ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഈ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് എന്താണ് നമ്മുടെ സോഷ്യോളജിയുടെ സ്കോപ്പ്? ഓക്കെ, നമ്മൾ ഈ സോഷ്യോളജി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്താണ് പ്രയോജനം? സ്കോപ്പ് എന്താണ്? എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ സോഷ്യോളജി പഠിച്ചിട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് പോയിൻറ്റ്സിലൂടെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആദ്യം പഠിക്കുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻ്ററാക്ഷൻസൊക്കെ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പാക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള വ്യക്തികളോടുള്ള, നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളോടുള്ള ഇടപെടലുകളിൽ ഒരുപാട് മാറ്റം, നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് കീപ്പറും ഒരു കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ എന്ന് പറയുമ്പോൾ, ഒരു കടക്കാരൻ അവിടെ വരുന്ന സാധനം വാങ്ങാൻ വരുന്ന ആളും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇനി അല്ലെങ്കിൽ 2 കൂട്ടുകാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫാമിലി മെമ്പേഴ്സിനിടയിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഇൻ്ററാക്ഷൻസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യോളജി വരുന്നത്. അതൊരു സ്കോപ്പായിട്ട് പറയാം. ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള നാഷണൽ ഇഷ്യൂസ്, ഓക്കെ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ പറ്റി നമുക്കൊരു അവബോധം കിട്ടാനായിട്ട് സോഷ്യോളജി പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, നാഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു. കാസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ജോലിയില്ലായ്മ അല്ലേ, ജോബൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. പിന്നെ കാസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ജാതിയുടെ പേരിലുള്ള തർക്കം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ സോഷ്യോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. അതൊരു സ്കോപ്പാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നാഷണൽ ഇഷ്യൂസ് മാത്രമല്ല, ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പഠിക്കാനും നമുക്ക് സാധിക്കുന്നത്, ഗ്ലോബൽ ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സുകളെ പറ്റിയിട്ട്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആഗോള തലത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോടെ? പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഇപ്പോൾ ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ജീവിക്കുന്ന, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തെക്കുറിച്ചിട്ട് പൊതുവായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു അവബോധം എന്നിൽ തന്നെ ഉണ്ടാക്കുന്നതിൽ സോഷ്യോളജി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമില്ല, നമുക്ക് നമ്മുടെ സ്വന്തം സമൂഹത്തെക്കുറിച്ചിട്ട് നല്ലൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ അത് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന സമൂഹം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ എവിടെയുള്ള കസ്റ്റംസും ട്രഡീഷൻസും എവിടെയുള്ള എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, എവിടെയുള്ള ചുറ്റുപാട് രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലേ, അങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ നമുക്ക് സോഷ്യോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇൻറ്ററാക്ഷൻസ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ അല്ലേ, ആ ഇൻറ്ററാക്ഷൻസ്, പിന്നെ നാഷണൽ ഇഷ്യൂസ്, ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ സൊസൈറ്റിയുടെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റും, ചരിത്രം അല്ലേ. പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ മൊത്തത്തിൽ പൊതുവായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ്, ചുറ്റുപാട് എങ്ങനെയാണ്, നമ്മുടെ കസ്റ്റം എന്താണ്, നമ്മുടെ രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സോഷ്യോളജിയുടെ സ്കോപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇത് പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞു, അപ്പോൾ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും കേട്ടോ. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. സോഷ്യോളജി പഠിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ കുറേ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സോഷ്യോളജി പഠിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.